അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയുമായിട്ടാണ്. ഈ നോമ്പുകാലം ഓയിലൊന്നും ഇല്ലാതെ നല്ല കിടിലൻ ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സമോൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് സമോൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ മുറിച്ചെടുക്കാം. ഫുള്ളായി മുറിക്കേണ്ട കേട്ടോ, ഇങ്ങനെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനു വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1 സ്പൂൺ വിനീഗർ, കുറച്ച് ഗാർലിക് പൗഡർ, 1/2 സ്പൂൺ അറബിക് മസാല ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഒരു സവാള ക്യൂബായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചെറുതായി കട്ട് ചെയ്ത ക്യാബേജും ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്. എല്ലാം കൂടി ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലെ വെജിറ്റബിൾസ് അധികം വേവിക്കേണ്ടതില്ല കേട്ടോ. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ മയോണൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച സമോൻ ബ്രെഡ് എടുക്കാം. ഇതൊരു 10 ബ്രെഡാണ് ഞാൻ എടുത്തത്.
പിന്നെ കുറച്ച് ചില്ലി സോസും മയോണീസും ചേർത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായി കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും മുകളിലായി മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ചീസിന് മുകളിലായി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചില്ലി ഫ്ലേക്സിന് മുകളിലായി ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് എയർ ഫ്രയറിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചീസെല്ലാം ഒന്ന് മെൽട്ടായി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഒരു പാൻ വെച്ച് മൂടിക്കൊടുത്ത് 5 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. ഞാനിവിടെ പെട്ടെന്ന് ആവാൻ വേണ്ടി എയർ ഫ്രയറിൽ ഇട്ടതാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്